ഹായ് കൂട്ടുകാരെ, ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു എങ്ങനെ AI വീഡിയോ ഉണ്ടാക്കാമെന്ന്. ഉണ്ടാക്കുമ്പോൾ നമ്മുടെ വാട്സപ്പ് ഉപയോഗിക്കാൻ പറ്റുമോ? നമുക്ക് നോക്കിയാലോ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ എൻ്റെ യൂട്യൂബ് എടുത്തു. യൂട്യൂബ് ഓപ്പണാക്കി. അപ്പോൾ ഞാൻ ഇതിൽ നമുക്ക് പ്ലസ് എന്ന് പറഞ്ഞ ഭാഗമില്ലേ, അത് ലൈക്ക് അറിയാമല്ലോ, ഷോർട്ട് അവിടേക്കല്ലേ നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ആ ഷോർട്ട് ഓപ്പൺ ആക്കുക. അപ്പോൾ അങ്ങനെ 4 വരുന്നിട്ടുണ്ട്: ഷോർട്ട്, വീഡിയോ, ലൈവ്, പോസ്റ്റ്. അതിൽ നമുക്ക് ഷോർട്ടിൻ്റെ ഇതാണ് ഓപ്പൺ ആയി കിട്ടേണ്ടത്. അപ്പോൾ അത് ഓപ്പൺ ആയി കിട്ടുമ്പോൾ ഇത് ലൈവിൻ്റെ സെക്ഷൻ അത് നമുക്ക് വേണ്ട. അപ്പോൾ നമുക്ക് ഷോർട്ട് ഓപ്പൺ ആക്കണം. ഷോർട്ട് ഓപ്പൺ ആയി കിട്ടുമ്പോൾ ഈ റൈറ്റ് സൈഡിൽ കാണുന്ന പറഞ്ഞില്ലേ, ഒരു റൗണ്ടിൻ്റെ ഉള്ളിൽ നക്ഷത്രം പോലത്തെ, അതിൽ ജസ്റ്റ് തൊടുക. അപ്പോൾ ഇങ്ങനെ ഒരു പേജാണ് നമുക്ക് കിട്ടുക. അപ്പോൾ ആ പേജിൽ നമുക്ക് ഇനി വേണ്ടത് ഫസ്റ്റ് ഓപ്ഷനാണ്. മേലിൽ 3 ഓപ്ഷൻ കാണുന്നതിൽ ഫസ്റ്റ് ക്രിയേറ്റ് വീഡിയോ എന്ന് പറഞ്ഞ ഓപ്ഷനാണ് നമുക്ക് ആവശ്യം. അപ്പോൾ ആ ക്രിയേറ്റ് വീഡിയോ നമ്മൾ എടുത്തു കഴിയുമ്പോൾ ഇങ്ങനെ നമുക്ക് ഡീറ്റെയിൽ എഴുതി കൊടുക്കാനുള്ള ഒരു പേജ് ഓപ്പൺ ആയിട്ട് വരും. അത് നമ്മുടെ ഫോട്ടോ കൊടുക്കാനുള്ള ഒരു ഓപ്ഷനാണ്. ഫോട്ടോ വേണമെങ്കിൽ കൊടുക്കാം, വേണ്ടെങ്കിൽ കൊടുക്കണ്ട, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാനിതിലിപ്പോൾ എൻ്റെ ഒരു ഫോട്ടോ അതിൽ കൊടുക്കാൻ പോവാണ്. അപ്പോൾ ഞാൻ ഫോട്ടോ കൊടുത്തു. ഇനി നമുക്കിതിൽ എന്താണോ നമുക്ക് ആവശ്യം എന്നുള്ളത് നമ്മൾ എഴുതി കൊടുക്കണം. അപ്പോൾ ഞാനിതിലിപ്പോൾ എഴുതണത് ഒരു അക്വേറിയത്തിൻ്റെ ഒരു സംഭവമാണ് ഇപ്പോൾ ഞാൻ എഴുതാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് കാണിച്ചു തരാം. അപ്പോൾ അത് എഴുതി. അപ്പോൾ അതാ ഇവിടെ ആ ഏരോ വൈറ്റ് കളറായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഇടയിൽ ഫോൺ ഓഫായി പോയി, സോറി. അപ്പോൾ വൈറ്റ് കളർ ഓപ്പൺ തെളിഞ്ഞപ്പോൾ നമ്മളതിൽ തൊടുക. അപ്പോൾ അതിലിങ്ങനെ വീഡിയോ പ്രോസസ്സിങ് ആണ് ഈ കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ പ്രോസസ്സിങ്ങിൻ്റെ ഇതിങ്ങനെ കുറച്ച് ടൈം എടുക്കും കേട്ടോ. അതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇത് ഞാൻ ഓൾറെഡി മുന്നേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചിലവർക്ക് അത് മനസ്സിലായിട്ടില്ല, ചിലവർക്ക് അത് മനസ്സിലായി, അവർ അത് വീഡിയോ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിലൊക്കെ ഒരുപാട് സന്തോഷം. അപ്പോൾ മനസ്സിലാകാത്തവർക്ക് വേണ്ടി ഞാൻ ഒന്നും കൂടി ജസ്റ്റ് ഇട്ടതാണ്. അപ്പോൾ 95% ആകുമ്പോൾ നമ്മുടെ വീഡിയോ ഒരു ബ്ലാക്ക് കളർ റൗണ്ട് ആവും. അപ്പോൾ വീഡിയോ സംഭവം സെറ്റായി എന്നാണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഒരു വീഡിയോ കിട്ടി നമുക്ക്. അപ്പോൾ ഇതിൽ നമുക്കിപ്പോൾ ഈ വീഡിയോ എടുത്ത് നമുക്കിതിൽ സൗണ്ട് കൊടുക്കണം. ഇതാ അവിടെ മുകളിൽ കണ്ട ആഡ് സൗണ്ട് എന്നുള്ളൊരു ഓപ്ഷൻ കണ്ടില്ലേ, അതിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് മ്യൂസിക്കിൻ്റെ ഓപ്ഷൻ കിട്ടും. ഇനിയിപ്പോൾ നമുക്ക് ഈ വീഡിയോ സേവ് ചെയ്യണം. അപ്പോൾ ഇതാ ഇവിടെ കഴിച്ച് സേവ് ടു ഡിവൈസ് അതടിക്കുക. വീഡിയോ നമ്മൾ ചാനലിൽ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് AI വീഡിയോ എല്ലാവരുടെ ഫോണിലും ഡൗൺലോഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ വീഡിയോ നമുക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതിലിപ്പോൾ ഒരു സൗണ്ട് പാട്ട് ഇടുന്നുണ്ട്. അപ്പോൾ അതിനാണ് ആ ആഡ് സൗണ്ട് പോയിട്ട് എടുത്തു. അപ്പോൾ നമ്മുടെ വീഡിയോക്ക് ഒരു സൗണ്ട് ഉണ്ടാവും. ആ സൗണ്ട് നമുക്ക് ഫുള്ളായിട്ട് മ്യൂട്ട് ചെയ്തിട്ട് പാട്ട് മാത്രം ആക്കാം. അല്ലെങ്കിൽ പാട്ടിൻ്റെ സൗണ്ട് മാത്രം മതി എന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഓൾറെഡി AI വീഡിയോ തരുന്നതിൽ ഒരു സൗണ്ട് ഉണ്ടാവും. ആ സൗണ്ടിനെ നമുക്ക് ഫുൾ മ്യൂട്ടാക്കാം. അപ്പോൾ ഞാനിത് ആദ്യം പാട്ടിൻ്റെ ഫുള്ള് മ്യൂട്ടാക്കി. ഇനിയിപ്പോൾ നമ്മൾ പാട്ടിൻ്റെ ഇട്ടിട്ട് നമ്മുടെ സൗണ്ട് മ്യൂട്ടാക്കാം. 2 സൗണ്ടും വേണമെങ്കിൽ മ്യൂട്ടാക്കാം. ഇപ്പോൾ ആ പാട്ടിൻ്റെ സൗണ്ട് മാത്രം ഫുള്ളിട്ട് വീഡിയോയിലുണ്ടായിരുന്ന സൗണ്ട് മ്യൂട്ടാക്കി. എനിക്കിപ്പോൾ അത് വേണ്ട, ഞാനിപ്പോൾ കാണിക്കാൻ വേണ്ടി ചെയ്തതാണ്. അപ്പോൾ അത് ഡിലീറ്റ് ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ഫുൾ സൗണ്ട് ഇട്ട് സേവ് ചെയ്തു. ഇനിയിപ്പോൾ നമുക്ക് വീഡിയോ ചെയ്തത് നമുക്ക് അത്ര ഇഷ്ടമായില്ല, ഒന്നും കൂടി ബെറ്റർ ആക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആ ഏരോയിൽ ബാക്ക് പോവുക. അപ്പോൾ നമ്മൾ കൊടുത്തിട്ടുള്ള ഫോട്ടോ 2 ആയിട്ട് കാണും. ആ ഫോട്ടോ ഇൻറ്റു ചെയ്ത് കളയുക. എന്നിട്ട് വീണ്ടും നമ്മൾ ഫോട്ടോ കൊടുക്കുക. എന്നിട്ട് ഒന്നും കൂടി ഇപ്പോൾ ആ വീഡിയോയിൽ ഞാനിനി അക്വേറിയത്തിൻ്റെ അവിടെ നടന്ന് കാണുന്നതായിട്ടാണ് ഇനി ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതവിടെ അടിച്ചു കൊടുക്കുക. നേരത്തെ ഒരു ബ്യൂട്ടിഫുൾ അക്വേറിയം മാത്രമേ നമ്മൾ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അതവിടെ വെച്ചിട്ട് നമ്മൾ ഇനി നടന്ന് കാണുന്നു എന്നുള്ളതും കൂടി നമ്മൾ അടിച്ചു കൊടുത്തിട്ട് വീണ്ടും വീഡിയോ പ്രോസസ്സിങ്ങിലേക്ക് കൊടുക്കും. അപ്പോൾ അത് വീണ്ടും നേരത്തെ കണ്ട പോലെ തന്നെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും. അത് 95% ആകുമ്പോൾ വീണ്ടും നമുക്ക് ആ വീഡിയോ വരും. അപ്പോൾ പിന്നെ നമുക്ക് നോർമലി ചെയ്യുന്ന പോലെ തന്നെ വീഡിയോ സേവ് ആക്കണമെങ്കിൽ റൈറ്റ് സൈഡിൽ കുറേ നേരത്തെ കണ്ട പോലെ കുറേ ഓപ്ഷൻ ഇല്ലേ, അതിൽ ഏരോ കൊടുക്കുമ്പോൾ ഈ ഏരോ കൊടുക്കുമ്പോൾ മോറിൽ പിടിച്ച് അടിക്കുമ്പോൾ സേവ് ടു ഡിവൈസ് എന്ന് കാണാം. അത് ഇതായി കഴിഞ്ഞാൽ നമ്മുടെ ഗാലറിയിലേക്ക് സേവ് ആയിക്കോളും. പിന്നെ ഇത് ഉപയോഗിക്കുമ്പോൾ വാട്സപ്പ് നമ്മൾ AI വീഡിയോസ് ഇതിപ്പോൾ ഈ വീഡിയോ നമ്മൾ സെറ്റാക്കി നെക്സ്റ്റ് അടിച്ച് നമ്മുടെ ചാനലിലേക്ക് പോസ്റ്റ് ചെയ്യുകയും ചെയ്യാം. ഇപ്പോൾ ഇതിൽ ഞാൻ ചെയ്യുന്നില്ല, ഇതിന് വേണ്ടിയിട്ട് മാത്രം എടുത്തൊരു വീഡിയോ ആണ്.
അപ്പോൾ ഞാൻ ഫോണിലേക്ക് സേവ് ചെയ്തിട്ട് ഈ വീഡിയോ ഫുള്ള് ബാക്ക് അടിക്കുകയാണ്. ഇനിയിപ്പോൾ വാട്സപ്പ് നമ്മൾ ഈ വീഡിയോൻ്റെ ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വാട്സപ്പ് ഉപയോഗിക്കുമ്പോൾ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഒന്നും കൂടി നമുക്ക് നോക്കാം. അതെന്താണെന്നും കൂടി ഞാനിതിൽ കാണിച്ചു തരാം. ഇപ്പോൾ ഇതാ നമ്മൾ വീഡിയോ ഫുള്ള് ബാക്ക് അടിച്ച് കളഞ്ഞു. ഇനി രണ്ടാമത് നമ്മൾ AI-യുടെ ഇതെടുത്തിട്ടുള്ളത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ രണ്ടാമത് AI-യുടെ സെക്ഷൻ എടുത്തു. അതിലടിക്കേണ്ടതെല്ലാം നമ്മൾ അടിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മളിതാ വാട്സപ്പ് ഓപ്പൺ ആക്കുകയാണ്. വാട്സപ്പിൽ നമുക്കിപ്പോൾ ആർക്കെങ്കിലും ഒരു വോയിസ് മെസ്സേജാണ് അയക്കാൻ ഉദ്ദേശിക്കണേന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ വാട്സപ്പ് എടുത്തു. ആരെയാണോ വിചാരിച്ചത് അയാളെടുക്കുക. ആൾക്ക് വോയിസ് ഇടാൻ നോക്കി. ഇങ്ങനെ റെക്കോർഡിങ് പോകുന്നുണ്ട്, പക്ഷേ അവിടെ വേറെ ഒന്നും കാണില്ല. ഫുള്ള് മ്യൂട്ടായിരിക്കും. ഒരു സൗണ്ട് പോലും അവിടെ കേൾക്കാൻ പറ്റില്ല. അതേ സ്ഥാനത്ത് അപ്പോൾ കണ്ടില്ല, ഒന്നും ഉണ്ടാവില്ല. ജസ്റ്റ് അത് മാത്രമേ കാണുള്ളൂ. അപ്പോൾ അത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാൽ രണ്ടാമത് ടെക്സ്റ്റ് അടിക്കണമെങ്കിൽ കുഴപ്പമില്ല. ടെക്സ്റ്റ് അടിച്ച് നമുക്ക് സെൻഡ് ചെയ്യാൻ പറ്റും. ഓഡിയോ നമുക്ക് പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ ഞാൻ തിരിച്ച് നമ്മുടെ AI സെക്ഷനിലേക്ക് വന്നിട്ട് അത് കളഞ്ഞു. ഫോണിൽ നിന്ന് ഒരു സംഭവമേ ഫുള്ളായിട്ട് കളഞ്ഞിട്ട് വീണ്ടും ഞാൻ വാട്സപ്പ് എടുത്തു. ഇതിലിപ്പോൾ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. റെക്കോർഡ് ചെയ്യുന്നതിൻ്റെ എല്ലാ ഇതും ഇപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് തന്നെ കാണാം. അത് വർക്കിംഗ് ആവും. AI വീഡിയോ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വാട്സപ്പിൽ എനിക്കങ്ങനെയാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്, വാട്സപ്പിൽ മെസ്സേജ് അയക്കാൻ പറ്റും, പക്ഷേ വോയിസ് കൊടുക്കാൻ സാധിക്കില്ല. ഓക്കെ, അപ്പോൾ കണ്ടല്ലോ, ഇത്രയും സിമ്പിളാണ്. പിന്നെ വാട്സപ്പ് ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോ കാണാം. ഇഷ്ടമായ ലൈക്ക്, കമൻറ്റ്, സബ്സ്ക്രൈബ്. താങ്ക്